ഹലോ നമസ്കാരം. കുടവയറ് ഇപ്പൊ ഒരുപാട് പേർക്കൊരു ആരോഗ്യ പ്രശ്നമാണ് അല്ലെ. സ്ത്രീകളും പുരുഷന്മാരും പല രീതിയിലുള്ള ഡയറ്റുകളും പല രീതിയിലുള്ള എക്സസൈസുകളും ചെയ്ത് എങ്ങനെയെങ്കിലും ഈ കുടവയർ ഒന്ന് കുറയ്ക്കാനായിട്ട് നെട്ടോട്ട് ഓടുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ കുടവയറ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ കുടവയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വയറിന്റെ ഉള്ളിലെ മസിൽസിലെ അടിഞ്ഞുകൂടുന്ന ഫാറ്റ്, അതാണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് വിസറൽ ഫാറ്റ് എന്ന് വിളിക്കാം. അതാണ് നമുക്ക് കുടവയറായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. ഇത് പലപ്പോഴും അവിടെ അതിന്റെ അടുത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ചില ഇൻഡസ്റ്റൈനിനും പാൻക്രിയാസിനും അല്ലെങ്കിൽ വയറിലൊക്കെ പ്രഷർ ചെലുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് മറ്റു പല രോഗങ്ങളിലേക്കും കാരണമായിട്ട് മാറുന്നു. പ്രമേഹം, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, അമിതവണ്ണം, അങ്ങനെ പല രീതിയിലേക്കും ഇത് മാറിപ്പോകുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് ആഹാരങ്ങളിലൂടെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് നമ്മൾ കഴിക്കുന്ന റെഡ് മീറ്റ്. അപ്പൊ റെഡ് മീറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. കാര്യം റെഡ് മീറ്റ് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടവയർ വരാനുള്ള സാധ്യത കുറയും. കുടവയർ വന്നവർക്ക് അത് കുറയ്ക്കാനും സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നത് പോർക്ക്, ബീഫ്, അതുപോലെ മട്ടനാണ്. അപ്പൊ ഇതില് ഈ സംഭവത്തിൽ നമുക്ക് ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം മാംസ്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ അതായത് കുടവയറ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഡ് മീറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് കുറയ്ക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാം. വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. തുടർച്ചയായിട്ട് കഴിക്കുന്നത് എപ്പോഴും നമുക്ക് വയറ് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാലഡിന്റെ ഉപയോഗമാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം, മലയാളികൾക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു കാര്യമാണ് സാലഡ്. ഇപ്പൊ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ചോറ് കഴിക്കുന്നു, കറി കഴിക്കുന്നു എന്നതിലുപരി ഒരു സാലഡ് നമ്മൾ അതിന്റെ കൂടെ കഴിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഈ സാലഡിന്റെ ഉപയോഗം നമ്മുടെ ഈ ഒരു അമിതവണ്ണം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഫാറ്റി ലിവർ നിയന്ത്രിക്കാനും നമ്മുടെ ഈ വയറിലുള്ള കൊഴുപ്പ് അലിയിച്ച് കളയാനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ സാലഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? നമ്മൾ 2 നേരം കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ സാലഡ്? അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കുടവയറ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ പലർക്കും പല രീതിയിലാണ് ഈ സാലഡ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ബേസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ സാലഡിൽ നമ്മൾ എത്ര വെജിറ്റബിൾസ് ചേർത്താലും ഈ വെജിറ്റബിൾസ് മുഴുവൻ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിന് ചേർന്ന ചില രസങ്ങളും കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ കഴിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മധുരം ഉള്ള ഒരു സാലഡ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചീശെ ഈ മറ്റു ചില ഫ്രൂട്ട്സിന്റെ ജ്യൂസ് ചേർക്കാം. ഇപ്പൊ മാമ്പഴം ഇഷ്ടമുള്ളവരാണെങ്കിൽ മാമ്പഴത്തിന്റെ ചെറുതായിട്ട് ജ്യൂസ് ചേർക്കാം, അല്ലെങ്കിൽ ഓറഞ്ചിന്റെ ചെറുതായിട്ടുള്ള ജ്യൂസ് ചേർക്കാം, പൈനാപ്പിളിന്റെ നല്ലതാണ്, അതുപോലെ പുളിപ്പില്ലാത്ത മുന്തിരിയുടെ ജ്യൂസ് ചേർക്കാം, മധുരമുള്ള മുന്തിരിയുടെ. അങ്ങനെയൊക്കെ നമുക്ക് ഇത് കുറച്ചും കൂടിയും ഒരു സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് സാലഡിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, കുറച്ച് ഒരു തൈര്, യോഗേർട്ട് തൈരൊക്കെ നമുക്ക് അതിന്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യയിലുള്ള ആളുകള്, പൊതുവെ മലയാളീസ്, നമ്മൾ ഈ സാലഡിനെ കുറച്ചും കൂടി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാലഡ് വളരെ ഹെൽത്തിയാണ്. അത്തരം വെജിറ്റബിൾസ് വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന കൊണ്ടാണ് നമ്മൾ സാലഡിനെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതിന് പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്തരം റെസിപ്പികളൊക്കെ നോക്കി ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ സാലഡ് ഉൾപ്പെടുത്താനായിട്ട് നോക്കൂ. വലിയ മിറാക്കുലസ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നതായിട്ട് കാണാം. ഓക്കെ, പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി കഴിക്കുന്ന ഫുഡാണ്. അപ്പൊ രാത്രി കഴിക്കുന്ന ഫുഡ് നിങ്ങൾ പലപ്പോഴും ലേറ്റ് നൈറ്റിൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ അത് പ്രശ്നമുണ്ടാക്കും. അത് നിങ്ങൾക്ക് വയറ് വർദ്ധിപ്പിക്കും, അമിതവണ്ണം ഉണ്ടാക്കും. അപ്പോൾ പൊതുവെ ഒരു 7 മണി എന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ 7 മണിക്ക് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 7 മണി തൊട്ട് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് മീല് കഴിക്കേണ്ടത് അടുത്ത ദിവസം രാവിലെയാണ്. അപ്പൊ അത്രയും ദിവസം നിങ്ങളൊരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോലെയാണ് നിങ്ങളുടെ ആ ഒരു ദിനചര്യ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ശരീരം വണ്ണം കുറയാനും ഈ കൊഴുപ്പ് കുറയാനും വയറിലുള്ള കൊഴുപ്പ് അലിയിച്ചു പോകാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കും. അപ്പൊ ഇതൊരു നല്ല ഒരു ഐഡിയയാണ്. ഒരു 7 മണിക്കെങ്കിലും നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ രാത്രി ഭക്ഷണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചില ഫ്രൂട്ട്സുകളൊക്കെ അതിൽ ആഡ് ചെയ്യാം. ആപ്പിള്, പേരയ്ക്ക, അതുപോലെ മാതള നാരങ്ങ, ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഓരോന്ന് വീതം കഴിക്കാം. ചെറിയ ലഘു ഭക്ഷണം കഴിക്കുക. ഹെവി ആയിട്ടുള്ള പൊറോട്ട, ബിരിയാണി അത്തരം ഫുഡുകൾ കഴിക്കാതെ ചപ്പാത്തിയോ കുറച്ച് ഫ്രൂട്ട്സോ അങ്ങനത്തെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത സാലഡുകളോ ഒക്കെ കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, പിന്നെ
മത്സ്യങ്ങൾ നന്നായി കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പൊ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ചാള, ചൂര, മത്തി, ഇതിലൊക്കെ omega-3 ഫാറ്റി ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ച് കളയാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ നല്ല രീതിയിലുണ്ട്. അതുപോലെ പൊട്ട കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറവാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് മത്സ്യങ്ങൾ കഴിക്കുന്നത്, ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് സാലഡിൽ യൂസ് ചെയ്യുന്ന, അപ്പൊ നമ്മൾ പുറമെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, റെസിപ്പീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ അവർ ഓയിൽ ആഡ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്യുന്നതും, ഇത് നമ്മൾ പുറമേ നിന്ന് കുറച്ച് എക്സ്റ്റേണൽ ആയിട്ട് ഓയിൽ കൊടുക്കുന്നത്, അതായത് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്തതിന് ശേഷം സാലഡിന്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മുട്ട കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോന്ന്. മുട്ട കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. മുട്ട പുഴുങ്ങി നമുക്ക് കഴിക്കാം. ഒരുപാട് ഓയിൽ ചേർക്കാതെ പുഴുങ്ങി കഴിക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. ഗുഡ് കൊളസ്ട്രോൾ കൂട്ടും, എനർജി വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കും. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇതിനു മുൻപ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹിബിസ്കസ് ടീ, അതായത് ചെമ്പരത്തി ചായ. ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ആൾക്കാരുണ്ട്, ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു ചെമ്പരത്തി ചായ നിങ്ങൾ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ഒരു നേരം കുടിച്ചു നോക്കൂ. വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കുടവയറിലായാലും നിങ്ങളുടെ അമിതവണ്ണത്തിലായാലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാം. ഇത് എപ്പോഴാണ് കുടിക്കേണ്ടത്? ഇതൊരു 11 മണി, അതായത് രാവിലത്തെയും ഉച്ചയ്ക്കും ഭക്ഷണത്തിന്റെയും ഇടയിലുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ ചെമ്പരത്തി ചായ കുടിക്കേണ്ടത്. ഇത് ഒരുപാട് ഗുണം ചെയ്ത് കുടിക്കാൻ പാടില്ലാത്തവരുണ്ട് കേട്ടോ. അത് അവരെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഞാൻ ഓൾറെഡി എന്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെയും അതുപോലെ ഫാറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇതൊക്കെ. ഐസ്ക്രീം, പായസം, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഗുണം ചെയ്യുക. അതുപോലെ തന്നെ മധുരം, നല്ല രീതിയിൽ മധുരം കുറയ്ക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, മധുരം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വയറ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചില മാർഗങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഡയറി പ്രൊഡക്ട്സ്, നമുക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറി പ്രൊഡക്ട്സും കുറേയൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ യോഗേർട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാം. യോഗേർട്ട് കഴിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് യോഗേർട്ടിൽ നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ വയറിലെ ബാക്ടീരിയാസ് നന്നായി വളരാനുള്ള, ഹെൽത്തി ബാക്ടീരിയാസിനെ, ഗുണമുള്ള ബാക്ടീരിയാസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് യോഗേർട്ടിലുണ്ട്. അപ്പൊ അത് കഴിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു ഫാറ്റ് ബേണിങ്ങിനെ, നമ്മുടെ ഈ ഒരു അടിവയറ്റിലുള്ള ഫാറ്റ് ബേണിങ്ങിനെ സഹായിക്കുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വിസറൽ ഫാറ്റ് ഒക്കെ കത്തിച്ച് കളയാനായിട്ടൊക്കെ ഈ യോഗേർട്ട് വളരെ ഗുണം ചെയ്യും. ഇനി നമുക്കപ്പോ എവിടെ നിന്ന് പ്രോട്ടീൻ കിട്ടും? അപ്പൊ നമ്മുടെ പ്രോട്ടീൻ ഒക്കെ നമ്മൾ ഇത്രയും എല്ലാ ഫുഡുകളും ഉപേക്ഷിക്കുകയാണെങ്കിൽ പോവോ? ഇല്ല. നമുക്ക് നോൺ വെജ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഞാൻ പറഞ്ഞ പോലെ മുട്ട കഴിക്കാം. അതുപോലെ മീനുകൾ, ഞാൻ പറഞ്ഞ ചാള, ചൂര, മത്തി, അത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ കഴിക്കുന്നതിന് പ്രശ്നമില്ല. ചിക്കൻ ഒരു റെഡ് മീറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്ക് ഇത്തരം സംഭവങ്ങളിലൂടെ തന്നെ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ കഴിക്കുന്ന അല്ലറ ചില സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ കുറച്ചൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രോട്ടീനിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ കിട്ടും? വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പയറ്, കടല, പരിപ്പ്, അതുപോലെ തന്നെ അവര് മഷ്റൂം, അതായത് നമ്മളെ കൂണ് കഴിക്കുന്നവരുണ്ട്, ചീസ് കഴിക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വേണ്ട പ്രോട്ടീൻ അവർക്ക് ലഭ്യമായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ഒരു ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു എക്സസൈസും ഇല്ലാതെ, ഞാൻ പറഞ്ഞത് ഒരു രോഗങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക്, ഇപ്പൊ ഫാറ്റി ലിവർ ഉണ്ട്, പ്രമേഹം ഉണ്ട്, ഇതിന്റെ കൂടെ തന്നെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചികിത്സ എടുത്താൽ മാത്രമാണ് മാറ്റം കിട്ടുള്ളൂ. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.